എൻ്റെ ഒപിയിൽ വന്ന ഒരു പേഷ്യൻ്റ് അനുഭവം ഞാൻ പറയാം. പേഷ്യൻ്റ് ഒരു 20 years old ഫീമെയിൽ ആണ്. അവളിപ്പോൾ ഫിസിയോതെറാപ്പി സെക്കൻഡ് ഇയർ ആണ് പഠിക്കുന്നത്. അവർ വന്നത് റീസെൻ്റ്ലി മാരീഡ് ആണ്. വന്ന് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഫൗൾ സ്മെല്ലിംഗ് വജൈന ഡിസ്ചാർജ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ഹിസ്റ്ററി എടുത്തു. പേഷ്യൻ്റ് റീസെൻ്റ്ലി മാരീഡ് ആണ്, അപ്പോൾ റീസെൻ്റ്ലി സെക്ഷൽ ആക്റ്റീവ് ആണ്. അപ്പോൾ അതിന് ശേഷമായിട്ട് എന്തെങ്കിലും വജൈന ഇൻഫെക്ഷൻ വന്നതാണോ എന്നതാണ് ആ കുട്ടിയുടെ കൺസേൺ. അങ്ങനെ ഞാൻ കുട്ടീനെ ഹിസ്റ്ററി എല്ലാം എടുത്തതിന് ശേഷം കുട്ടീനെ പരിശോധിക്കാൻ വേണ്ടി റൂമിലേക്ക് കിടത്തി പരിശോധിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. കുട്ടിയുടെ വജൈനയ്ക്കുള്ളിൽ മെൻസ്ട്രൽ കപ്പ് ഇരിക്കുന്നതായിട്ട്. അപ്പോഴാണ് മെൻസ്ട്രൽ കപ്പിന്റെ യൂസിനെ പറ്റിയുള്ള ഹിസ്റ്ററി ചോദിച്ചപ്പോൾ കുട്ടി പറയുന്നു, 1 വർഷം മുൻപ് കുട്ടി ആദ്യമായിട്ട് മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ചിരുന്നു. അത് ഉപയോഗിച്ച സമയത്ത് കുട്ടി ബാത്റൂമിൽ പോയപ്പോൾ അത് തനിയെ താഴെ പോയതായിട്ടാണ് കുട്ടിക്ക് തോന്നിയത്. അതിനുശേഷം അവൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവൾക്കൊന്നും കിട്ടിയില്ല. പിന്നീട് അവൾ അതിന്റെ കാര്യം അങ്ങ് വിട്ടു. അതിനുശേഷം മന്ത്ലി കുട്ടിക്ക് പീരീഡ്സ് വരികയും ബ്ലീഡിങ് നോർമലായിട്ട് വരികയും ചെയ്യുന്നതുകൊണ്ട് കുട്ടി അതിനെപ്പറ്റി ബോധേഡ് ആയിട്ടില്ല. ഈ ഒരു ലാസ്റ്റ് 3 months ആയിട്ട് കുട്ടിക്ക് ചെറുതായിട്ട് ഫൗൾ സ്മെല്ലിംഗ് ഡിസ്ചാർജ് വരാൻ തുടങ്ങിയപ്പോഴാണ് കുട്ടി അത് ചിലപ്പോൾ ഇൻഫെക്ഷൻ ആയിരിക്കാം എന്ന് കരുതി ഒരു ഗൈനക്കോളജിസ്റ്റായി എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ഞാൻ അത് എടുത്ത് നോക്കിയപ്പോൾ മെൻസ്ട്രൽ കപ്പ് വജൈനയ്ക്കകത്ത് സ്റ്റക്കായിട്ടിരിക്കുകയും അത് റിമൂവ് ചെയ്ത സമയത്ത് ഒരു 60 ml പൾപ്പ്, അത് ഫുൾ പൾപ്പായിട്ട് പുറത്തേക്ക് വന്നു. അത് മാത്രമല്ല, പിന്നീട് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ യൂട്രസിന്റെ അകത്തും പൾപ്പ് കയറിയിട്ടുണ്ട്. ആ പൾപ്പ് ഉള്ളിലേക്ക് മൊത്തം സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത്? ആ കുട്ടിക്ക് എന്താണ് മിസ്റ്റേക്ക് പറ്റിയത്? നമ്മളെല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും വളരെ പ്രചാരമുള്ള ഒരു കാര്യമാണ് മെൻസ്ട്രൽ കപ്പ്. എല്ലാവരും മെൻസ്ട്രേഷന്റെ സമയത്ത് ബ്ലീഡിങ് ഉണ്ടാകുന്നു. നമുക്ക് പൊതുവെ പണ്ട് മുതലേ സാനിറ്ററി നാപ്കിൻസ് ഉപയോഗിക്കാം, ടാമ്പൂൺസ് ഉപയോഗിക്കാം, മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാം. മെൻസ്ട്രൽ കപ്പ് വളരെ കൺവീനിയൻ്റ് ആണ്. അത് ഈസിയാണ് ഇൻസേർട്ട് ചെയ്യാനും. അത് മാത്രമല്ല, അത് റിമൂവ് ചെയ്തത് ക്ലീൻ ചെയ്ത് പിന്നെയും റീഇൻസേർട്ട് ചെയ്യാനും എളുപ്പമാണ്. മാത്രമല്ല, ഒരു വേസ്റ്റ് ഡിസ്പോസലിനെ പറ്റി നമുക്ക് വലിയൊരു തലവേദനയും ആകുന്നില്ല. അപ്പോൾ ഈ കുട്ടി അത് ഇൻസേർട്ട് ചെയ്തു, അത് ബാത്റൂമിൽ പോയപ്പോൾ അത് തനിയെ താഴെ പോയി എന്നവൾ കരുതി. പക്ഷെ ആ കരുതൽ ശരിയാണോ ഇല്ലയോ എന്ന് അവൾക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യം നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അവരുടെ ഒരു ഉപദേശം തേടുക. അത് ഉണ്ടോ ഇല്ലയോ എന്ന് അവരോട് ചോദിച്ചു നോക്കുക. കാണുന്നില്ല എന്ന് വന്ന് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അത് പറഞ്ഞു കൊടുക്കും. അല്ലാതെ അത് വെറുതെ നെഗ്ലക്റ്റ് ആയിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻഫെക്ഷൻ വരും. ഇൻഫെക്ഷൻ മാത്രമല്ല, ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ഭാവിയിൽ അത് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ മെൻസ്ട്രൽ ഹൈജീൻ എന്ന് പറയുന്നത് കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ സ്ത്രീകളും അതിനെപ്പറ്റി വളരെ അവെയർ ആയിരിക്കേണ്ട ഒരു കാര്യമാണ്.